CPIM സമ്മേളനങ്ങൾ തുടരുകയാണ്. തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ മേയർ ആര്യ രാജേന്ദ്രന് രൂക്ഷ വിമർശനം. മേയർക്ക് ധാർഷ്ട്യവും ധിക്കാരവുമെന്ന് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. SFI അക്രമികളുടെ സംഘടനയായെന്നും പൊതുചർച്ചയിൽ വിമർശനമായിരുന്നു. വിവരങ്ങൾ വിനയ തന്നെ നൽകും. വിനയ, എന്തൊക്കെയാണ് പൊതുവായിട്ട് വരുന്ന വിമർശനങ്ങൾ? ലിബീഷ്, എന്തായാലും CPIM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ പൊതു ചർച്ചയിലും വിമർശനം തുടരുകയാണ് പ്രതിനിധികൾ. പ്രധാനമായും മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഈ പ്രതിനിധികൾ പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മേയർ ആര്യ രാജേന്ദ്രന് ധാർഷ്ട്യമാണെന്നാണ് ഈ പ്രതിനിധികൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഇത് കോർപ്പറേഷന്റെ ഈ ആര്യ രാജേന്ദ്രനെതിരെ നിരവധി വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കോർപ്പറേഷന്റെ പ്രവർത്തനം തദ്ദേശ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് ആശങ്കയുണ്ടെന്നും തിരുത്തലിന് തയ്യാറായില്ലെങ്കിൽ തുടർഭരണം സാധ്യമാകുമോ എന്ന് സംശയമുണ്ടെന്നടക്കം തന്നെ ഈ പല പ്രതിനിധികളും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ നിരവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയിട്ട് കാര്യമില്ല. ജനങ്ങൾക്കിടയിലാണ് ഒരു അവാർഡ് നേടേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കാനാണ് ഒരു ജനപ്രതിനിധിക്ക് സാധിക്കേണ്ടത് എന്നടക്കം തന്നെ ഇത്തരത്തിൽ വലിയ രൂക്ഷമായിട്ടുള്ള ഭാഷയിലായിരുന്നു മേയർ ആര്യ രാജേന്ദ്രനെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ മധു മുല്ലശ്ശേരിയുടെ വിഷയവും യോഗത്തിൽ പ്രധാനമായും ഈ സമ്മേളനത്തിൽ ചർച്ചയായിരുന്നു. പ്രധാനമായും ഈ മധു മുല്ലശ്ശേരി വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിനും വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉണ്ട്. മധു മുല്ലശ്ശേരി കഴക്കൂട്ടം വഴി പോയപ്പോൾ ഈ വെറുതെ കസാരയിൽ കയറ്റി ഇരുത്തിയ ഒരു ആളല്ല. മധു മുല്ലശ്ശേരിയെ ഏരിയ സെക്രട്ടറി ആക്കിയ ഉത്തരവാദിത്തത്തിൽ നിന്ന് മറ്റു പ്രതിനിധികൾക്ക് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നതടക്കം തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ വിജോയ്ക്കെതിരെ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മധു മുല്ലശ്ശേരി BJP-യിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഈ മധു മുല്ലശ്ശേരി വിഷയവും പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു. SFIക്കെതിരെയും രൂക്ഷ വിമർശനങ്ങളായിരുന്നു ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ കോളേജ് SFI ആക്രമണങ്ങളുടെ പേരിലാണ് വിമർശനം ഉണ്ടായിരുന്നത്. SFI ആക്രമണകാരികളുടെ സംഘടനയായി മാറിയിരിക്കുന്നുവെന്നും കൂടാതെ DYFI ചാരിറ്റി സംഘടനയായെന്നും പ്രതിനിധികൾ ഈ പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ ആരോഗ്യ മേഖലയിലാണെങ്കിലും ആരോഗ്യ മേഖലയ്ക്കെതിരെയും രൂക്ഷ വിമർശനങ്ങളായിരുന്നു ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പല സമയങ്ങളിലായി രാത്രി കാലങ്ങളിലൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് പോകുമ്പോഴും പല സമയങ്ങളിലും ഡോക്ടർമാർ അവിടെ അവൈലബിൾ ആയിരിക്കില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പ്രതിനിധികൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ തന്നെ വലിയ രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് പ്രതിനിധികൾ ഈ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പല കാര്യങ്ങളിലായി എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും നാളെ ഇനി പൊതുസമ്മേളനം നടക്കുന്നുണ്ട്. നാളെ നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ലിബീഷ്, CPIM-ന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെ SFIക്ക് DYFIക്ക് എല്ലാം രൂക്ഷ വിമർശനം. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനയ.